ഇന്ന് കിച്ചണിൽ കയറി എന്തെങ്കിലും അങ്ങ് ഉണ്ടാക്കി കളഞ്ഞേക്കാം എന്നുള്ള ചിന്തയിൽ നിന്നപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു അതിഥിയെ കണ്ട് ഞാൻ പകച്ച് പണ്ടാരടങ്ങിപ്പോയത്. ഇങ്ങോട്ട് നോക്കൂ, എൻ്റെ കോൺഫിഡൻസിനെ വരെ ശിഥിലമാക്കി കളയാൻ കെൽപ്പുള്ള ഒരു അതിഥി, ഒരു കുരു. പിന്നെ എൻ്റെ കോൺഫിഡൻസ് ഈ കുരുവിൻ്റെ മണ്ടലല്ലേ തൂങ്ങിക്കിടക്കുന്നതെന്ന് പോ അവിടെ നിന്നും പറഞ്ഞ് ഞാൻ എൻ്റെ കർമ്മപദത്തിലേക്ക് ഇറങ്ങി. ഈ കർമ്മപദം എന്ന് പറഞ്ഞ് വരുമ്പോൾ പഴയ തീരാറായ മീൻചട്ടിയല്ല കേട്ടോ, കുറച്ച് മീനോടെ മിച്ചരിപ്പുണ്ടായിരുന്നു. അതെന്തേലും ഉണ്ടെന്ന് നോക്കാൻ പോയതാ. എന്നിട്ട് വേണം രാത്രി ഡിന്നറിന് എന്തുണ്ടാക്കാൻ എന്ന് തീരുമാനിക്കാൻ. അങ്ങനെ വളരെ നേരം ആലോചിച്ചും ചിന്തിച്ചും ആ ഒരു തീരുമാനത്തിൽ ഞാൻ എത്തിച്ചേർന്നു. എന്ത് സിമ്പിളായിരിക്കണം, പവർഫുള്ളായിരിക്കണം, അപ്പോൾ ഡിന്നർ എന്തുണ്ടാക്കാം. വേറൊന്നുമല്ല, ഇത്ര ഇൻട്രോ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വല്ല ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നല്ലേ. എന്നാൽ അതൊന്നും അല്ല. കണ്ടോ, ഞാൻ വിചാരിച്ചേ ഒരു എന്താ പറയണ്ടേ, റവ വെച്ചുണ്ടാക്കുന്നേ ഉപ്പുമാവ്. ദൈവമേ, മറവി രോഗം പിടിച്ചെന്ന് തോന്നുന്നു. ഉപ്പുമാവ് ഉണ്ടാക്കിയേക്കാന്നേ ഞാൻ കാണിച്ചില്ലേ. മീൻകറി ഇരിപ്പുണ്ടെന്നേ, അതല്ല പിന്നെ വെറുതെ പോവും. മീൻ കറി എന്ന് പറയാനൊന്നും പറ്റത്തില്ല, മീൻ ചാറ്. ബട്ട് ഈവൻ ദോ വെറുതെ എന്തിനല്ലേ, നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, എന്തിനാ കളയുന്നേ. അപ്പോൾ ജസ്റ്റ് ഓഫീസിൽ നിന്ന് വരുമ്പം ഇന്ന് ഉപ്പുമാവും മീൻചാറും നല്ല കോമ്പിനേഷൻ അല്ലേ. മീൻകറി ഉപ്പുമാവ് ഇഷ്ടമുള്ളവരുണ്ടോ? എനിക്ക് പുട്ടിനേക്കാളും മീൻകറി ഇഷ്ടം ഉപ്പുമാവിൻ്റെ കൂടെ പൊളിയ, നല്ല കോമ്പോയാണ്. അപ്പോൾ അതിന് ഇച്ചിരി ഇഞ്ചിയൊക്കെ ചിരണ്ടിയേക്കാമെന്ന് വിചാരിച്ചു. ഒരുമാതിരി മുട്ടക്കാട്ടൻ ഇഞ്ചി അല്ലേ, വലുപ്പം നോക്കി ഇഞ്ചിക്ക്. എനിക്ക് പക്ഷേ നാട്ടിലെ ഇഞ്ചിയാണ് ഇഷ്ടമേ. ഇവിടുത്തെ വലിയ ഇത് ചൈനയുടെ ഇഞ്ചിയാണ്, നമ്മൾ ചൈന ബഹിഷ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കിട്ടണ്ടേ. പക്ഷേ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഇന്ത്യൻ ഇഞ്ചി ഉണ്ട്. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ ഇത്രയും ബിൽഡപ്പ് കൊടുത്ത് ഉണ്ടാക്കാൻ പോയത് എന്താന്ന്. ഉപ്പുമാവിന് അത്ര മോശം കാര്യമാണല്ലേ, എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമല്ലേ. അത് തന്നെയല്ലെന്നേ, ഞാൻ ഒത്തിരി നാളായിരുന്നു ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടെ. ഈ ഉപ്പുമാവ് എന്ന് പറഞ്ഞ സാധനം എൻ്റെ ചിന്തയിൽ ഒരു കോണിപ്പോലും ഇല്ലായിരുന്നേ. പക്ഷെ ഇന്ന് ഞാൻ യുഎസിലുള്ള ചേച്ചിനെയും ചേട്ടാനെയും ഒക്കെ വിളിച്ചപ്പോൾ അവിടെ ഉപ്പുമാവായിരുന്നത്രേ. എന്നാൽ പിന്നെ നമുക്കും എന്തുകൊണ്ട് ഉപ്പുമാവാക്കിക്കൂടാ എന്നുള്ള ചിന്ത എൻ്റെ മണ്ഡലത്തിൽ ഉദിച്ചു. അങ്ങനാണ് ഉപ്പുമാവിലേക്ക് തിരിഞ്ഞത് കേട്ടോ. കണ്ടോ, നമ്മുടെ ഉപ്പുമാവ് റെഡി. എന്താ രസമല്ലേ, കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രം പറയുന്നതല്ല, പക്ഷേ എൻ്റെ ഉപ്പുമാവെന്ന് പറഞ്ഞാൽ ഉപ്പ് വേറെ മാവ് വേറെ, അങ്ങനെ നിൽക്കുക സാധനം. ഈ ഒരു സാധനത്തിന് ഉപ്പുമാവെന്ന് പേരിട്ടത് ആരായിരിക്കും അല്ലേ? ഒരു ബന്ധമില്ലാത്ത പേര്, ഉപ്പുമല്ല മാവുമല്ല, എന്തെങ്കിലും ആകട്ടെ. എനിവേ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും കോളിംഗ് ബിൽ അടിക്കുന്ന വെച്ച കേട്ടെ. വേറെ ആരുമല്ല, നമ്മുടെ ജസ്റ്റ് മോൻ ഓഫീസിൽ നിന്ന് വരുന്ന. ജസ്റ്റ് കയറി വന്ന് ഉടനെ എന്നോട് പറഞ്ഞ് നല്ല ഉള്ളി എന്തൊക്കെയോ വഴട്ടിയ മണമൊക്കെ വരുന്നുണ്ടല്ലോ, എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കിയതാണല്ലോ എന്ന്. നമുക്കല്ലേ അറിയത്തുള്ളൂ ഉണ്ടാക്കി കൂട്ടി വെച്ചേക്കുന്ന ഉപ്പുമാവാന്ന്. എനിവേ കയറി വരുന്നുണ്ട്, പ്രതീക്ഷയൊന്നും കളയണ്ടല്ലേ. കുറച്ച് കഴിഞ്ഞ് സാവകാശം പറഞ്ഞു കൊടുക്കാം. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, ഞാൻ ഉണ്ടാക്കി കൂട്ടിയിരിക്കുന്നത് ഉപ്പുമാവാന്ന്. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം.